വക്രദൃഷ്ടി തുടരുന്നു. BJP സംസ്ഥാന ഘടകത്തിൽ ആശയപ്രശ്നവും ആമാശയ പ്രശ്നവുമായി ഭിന്നതകൾ തലപൊക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തിൻ്റെ മേന്മകൾ നാട്ടുകാരെ അറിയിക്കാൻ നടത്തിയ ജാഥകൾക്കിടയിൽ എഴുത്തുകാരെയും കലാകാരന്മാരെയും നാടുകടത്താനുള്ള ആഹ്വാനം നടത്തി പാർട്ടിയെ അനവസരത്തിൽ വിവാദത്തിൽപ്പെടുത്തി എന്നാണ് BJPയിൽ തലയ്ക്കുള്ളിൽ ആളുതാമസം ഉള്ളവർക്ക് തോന്നിത്തുടങ്ങിയത്. എന്നാൽ കടുത്ത കാവ്യചിന്തകളുടെ പിന്നാലെ തന്നെ പാർട്ടി അണുകിട തെറ്റാതെ ചലിക്കണം എന്ന അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം. മുൻ പ്രസിഡന്റ് CK പത്മനാഭനെ പോലെയുള്ള വ്യത്യസ്ത സ്വരങ്ങൾ മുങ്ങിപ്പോകാനാണ് സാധ്യത. ധില്ലം ധില്ലം ഭളങ്കണക്ക ചെണ്ടമൃതങ്ങ മേലെ കാവിൽ പൂരക്കാവടി വീലിത്തോലടി പാണ്ടി പടയും മേളം ഓ കാവടി മേളം ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പരി വെട്ടി തോതിര കടകമുടിരിയും തടയും താളം ഓ കടകൻ താളം ഹേ ഗോമരങ്ങൾ പൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ വെങ്കടേശ. അനന്തോ അനന്തൻ നമ്പ്യാരെ എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനങ്ങ് ഭയന്ന് പോയില്ലോടൂ. ആ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത? സാഹിത്യകാരന്മാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെക്കുറിച്ച് പറയാനുള്ള അവകാശം രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ തിരൂരിൽ ഈ തുഞ്ചത്താചാര്യൻ്റെ മണ്ണിൽ പോയിട്ട് എന്തിനാണ് ഈ കിളിനാദം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ പ്രീതിപ്പെടുത്താനാണ്? അതിനപ്പുറത്തേക്ക് ആളുകളെ വ്യക്തിപരമായ രീതിയിലോ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമായ രീതിയിലോ അവരെ ആക്ഷേപിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് അതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ സേതുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു, അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ്. മോഹനവർമ്മയെ പോലുള്ള ആളുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാകും, അവരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിലെ ജീർണതയ്ക്കെതിരായി വളരെ നല്ല രീതിയിൽ സർഗാത്മക സൃഷ്ടി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ MT വാസുദേവൻ. പ്രഭാകര, ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. അദ്ദേഹം ദേശീയ ഗാനം പാടരുതെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അധികാരപരിധി കോമ്പൗണ്ടിനകത്ത് വന്ന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെ അറിയിക്കണം എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, കാര്യം തുറന്നു പറയടോ. അതിപ്പോൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് കോളേജിനകത്ത് ഒരു പ്രശ്നങ്ങളുണ്ടായി. അവിടെ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നാൽ അവിടുത്തെ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടേ പാടുള്ളൂ. ഒരു സ്ഥാപനത്തിൽ നമ്മൾ കയറിപ്പോയിട്ട് എന്തെങ്കിലും ഒരു ജീവനക്കാരനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പരമാധികാരി ഉണ്ടാവുമല്ലോ, അവരെ കണ്ടിട്ട് ആദ്യം അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പാകിസ്ഥാനടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് പിന്നെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോലും ആരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അഖണ്ഡ ഭാരതം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ചൊരു മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പാർട്ടി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുടെ ചെഗുവേര വിമർശനത്തിനും മറുപടി നൽകി CK പത്മനാഭൻ BJPക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. നാടുനീളെ ചെഗുവേരയുടെ ബോർഡ് വയ്ക്കുന്ന DYFIക്കാർ പോലും വായിച്ചിട്ടില്ലാത്ത ബൊളീവിയൻ ഡയറിയും വായിച്ചിട്ടാണ് CK പത്മനാഭൻ പാർട്ടിയിൽ ഈ ഒളിപ്പോര് കടത്തിക്കൊണ്ടുവന്ന് നടപ്പാക്കിയിരിക്കുന്നത്.
ആരാണ് ചെഗുവേര? ചെഗുവേരയുടെ നിലപാടെന്തായിരുന്നു? കറുത്തവരോട് കാട്ടുനീതിയാണ്. കറുത്തവരെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പട്ടികജാതിക്കാരനോടും പിന്നോക്ക ജനവിഭാഗക്കാരെ പോലുള്ള ആളുകളോട് അദ്ദേഹം കാട്ടുനീതി പുലർത്തിയുന്ന ആളാണ്. അങ്ങനെ ഒരു ഫോട്ടോ ആണ് കേരളത്തിൽ വെക്കുന്നത്. ഞാൻ ചെഗുവേരയെ മനസ്സിലാക്കിയത് ചെഗുവേരയെക്കുറിച്ചിട്ടുള്ള ധാരാളം പുസ്തകങ്ങളൊക്കെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹം ഈ അധികാരത്തിൻ്റെ ഈ ശീതളഛായ സുഖസൗകര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ബൊളീവിയൻ കാടുകളിൽ ഗറില്ല യുദ്ധത്തിന് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ത്യാഗമാണ്. ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഉപവാസ സമരം സാധാരണ സമരം പോലെ അല്ലല്ലോ. ഏത് സമയത്തും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് വന്ന് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിപ്ലവ മുറയാണത് ഗറില്ല യുദ്ധ മുറ എന്ന് വാർഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു ചരിത്രമാണ് ചെഗുവേരക്കുള്ളത്. ഈ ചെഗുവേരയുടെ ചിത്രം ഇവിടെ DYFIക്കാർ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് DYFIയുടെ അതിക്രമത്തോടുള്ള എതിർപ്പും വെറുപ്പുമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ അത്തരം ആളുകൾ ഈ ചിത്രം ഉപയോഗിച്ചതുകൊണ്ട് ചെഗുവേരയെ വേറെ രീതിയിൽ കാണുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെഗുവേര സ്തുതിയിൽ മുൻ കമ്മ്യൂണിസ്റ്റ് കൂടിയായ CK പത്മനാഭൻ പാർട്ടിയിൽ വിമർശനവും നേരിട്ടു. ചെഗുവേരയുടെ കടുത്ത ആരാധകനായ CKP ഈ അഭിപ്രായം പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, 20 വർഷം മുമ്പ് കൂടിയാണ്. CKPയുടെ വാക്കുകേട്ട് ചെഗുവേരയെ BJPയും യുവമോർച്ചയും അന്നേ ഏറ്റെടുത്താൽ മതിയായിരുന്നു. ഒരു 20 വർഷം മുമ്പ് യുവമോർച്ചയുടെ പഠന ക്യാമ്പുകളിലൊക്കെ പല കാര്യങ്ങളും പല വിഷയങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ചെഗുവേരയുടെ ജീവിത ചരിത്രം പഠിക്കണമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 10-20 വർഷമായി ഇത്. അന്നൊന്നും അത് ഒരു വിവാദപരമായ നിലയിലേക്ക് അത് ഉയർന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. സാഹചര്യത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. BJP നടത്തിയ ജാഥയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് വിവാദത്തോടെ വ്യതിചലിക്കപ്പെട്ടു എന്നാണ് CK പത്മനാഭൻ്റെ മറ്റൊരു വിമർശനം. ഈ വിമർശനം ശരിക്കും പാർട്ടി നേതൃത്വത്തിനെതിരെ കൂടിയാണ്. കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനും കൂടുതൽ ജനവിഭാഗങ്ങളിലെത്താനുമുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് വിവാദം തിരിച്ചടിയായെന്നർത്ഥം. ഞങ്ങൾ 4 പ്രചരണ യാത്രകൾ കേരളത്തിൽ ഈ സന്ദർഭത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രചരണ യാത്രയിൽ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന വളരെ മർമ്മപ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നത്. നമ്മൾ ഏത് കാര്യം പറയാനും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണോ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ആ പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് ആ പ്രചരണ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തന്നെ ക്ഷീണമുണ്ടാക്കും. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? വക്രദൃഷ്ടിയിൽ വീണ്ടും ഒരു ഇടവേള. KS ചിത്രയോട് PK ശ്രീമതി ടീച്ചർക്ക് ചോദിക്കാനുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പലരും തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണ്ണൂരേക്ക് വരുന്ന സന്ദർഭത്തിൽ ചിലരൊക്കെ പറഞ്ഞു കണ്ണൂരേക്ക് വരുമ്പോൾ കുറേ ആശങ്കയുണ്ട്. പക്ഷെ കണ്ണൂരേക്ക് വന്നവരൊന്നും തിരിച്ചു പോകുമ്പോൾ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കണ്ണൂരിലെ ജനങ്ങളെപ്പോലെ ഇത്രയേറെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകൾ വേറെ ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കേട്ടിട്ടുള്ളത്.